നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അന്ന് നമ്മൾ ഒരുമിച്ച് മാണിക്യമംഗലത്ത് ചെന്നപ്പോ ഞാൻ അവളെ മാന്യമായിട്ട് വിളിച്ചതാ. അന്ന് അവൾ എന്റെ മുഖത്ത് നോക്കി അത്രയും പേര് നിൽക്കുമ്പോ പറഞ്ഞു അവക്ക് എന്റെ കൂടെ വരാൻ താല്പര്യമില്ലെന്ന്. പിന്നെ ഞാൻ എന്തായിരുന്നു വേണ്ടിയിരുന്നത്? അവളുടെ കാല് പിടിക്കണമായിരുന്നോ? ഇതിപ്പോ അതുപോലല്ലോ നിന്റെ കാര്യം. സുനീഷ് നിന്നെ വേണ്ടെന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. അവൻ ചാവാൻ കൂടെ നിൽക്കല്ലേ, എന്നിട്ട് നീ അവനെ തള്ളി പറഞ്ഞു. ഇതിൽപ്പോ എന്ത് മഹാപാവാടി ഈ ഭൂമിയിലുള്ളത്? അവന്റെ ആ തള്ളയുടെ ശാപം നീ എവിടെ കൊണ്ടുവയ്ക്കൂടി? ഏത് കോടീശ്വരന്റെ ഒപ്പം പോയാലും നിനക്കെങ്ങനെ മനസമാധാനം കിട്ടൂടി? ഈ ജന്മമല്ല, വരുന്ന 7 ജന്മം നിനക്ക് മോക്ഷം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ശാപം കഴിഞ്ഞോ? ഇല്ല. എന്താ? കേട്ട് നിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇത്രയും നേരം ഞാൻ ക്ഷമിച്ചത് കുറെ കാലം നിങ്ങളെ ആത്മാർത്ഥമായി ഞാൻ ഏട്ടാന്ന് വിളിച്ചതുകൊണ്ട്. ദയവ് ചെയ്ത് ഇനി നിങ്ങൾ എന്നെ പരീക്ഷിക്കരുത്. ആതിരേ, പറഞ്ഞില്ലേ എനിക്ക് കേൾക്കണ്ടെന്ന്? നിങ്ങളല്ല, ദൈവം താന്നിറങ്ങി വന്ന് പറഞ്ഞാലും എന്റെ തീരുമാനത്തിൽ നിന്ന് 1 ഇഞ്ച് ഞാൻ പിന്നോട്ട് മാറില്ല. എനിക്ക് ജീവിക്കണം. മാന്യമായി ഞാൻ അർഹിക്കുന്നത് പോലെ എനിക്ക് ജീവിക്കണം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. ആരെയും മറക്കും. ഇന്നലെ വരെ അഭിനയിച്ചതൊക്കെ തിരുത്തി അഭിനയിക്കും. എന്താ തടുക്കാൻ ത്രാണിയുണ്ടോ മാണിക്യമംഗലത്തെ ചന്ദ്രദാസിന്?